കാത്തിരിപ്പിന് വിരാമമിട്ട് മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന്റെ ചരിത്ര വിജയത്തെ തുടർന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള നിരവധി പ്രമുഖരും പങ്കെടുക്കുമെന്നാണ് സൂചന. ഡിസംബർ 5 മുംബൈയിലെ ആസാദ് മൈതാനത്ത് വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ഡിസംബർ 4 വൈകിട്ട് മാത്രമേ മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന സർപ്രൈസ് പുറത്തുവിടൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കൂടാതെ എൻ.ഡി.എ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻ ലാൽ ശർമ്മ, ഹരിയാന മുഖ്യമന്ത്രി നവാബ് സിംഗ് സൈനി, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി, മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമ ഗഡ്ഡു, ത്രിപുര മുഖ്യമന്ത്രി മാണിക് സഹ എന്നിവരും മഹാരാഷ്ട്ര സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്നുകൊണ്ടുള്ള പാഠങ്ങളാണ് മഹായുതിയെ മഹാരാഷ്ട്രയിൽ വീണ്ടും അധികാരത്തിലെത്തിച്ചത്. ജനങ്ങൾക്ക് സർക്കാരിനോടുണ്ടായിരുന്ന എതിർപ്പുകൾ മറികടക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെറ്റുതിരുത്തൽ നടപടികളിലൂടെ മഹായുതിക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജനങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചായിരുന്നു സാധാരണക്കാരെ കയ്യിലെടുത്തത്. ലഡ്കി ബഹൻ യോജനയാണ് ഇതിൽ പ്രധാനം. വീണ്ടും അധികാരത്തിലെത്തിയാൽ 2100 രൂപയായി ഇത് ഉയർത്തുമെന്നും അവർ വാഗ്ദാനം നൽകി. ലഡ്ക ബഹുയോജന 44 ലക്ഷം കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കിയതെല്ലാം മഹായുതിയെ സഹായിച്ചു. എല്ലാ മേഖലകളിലും വ്യക്തമായ മേൽക്കൈയോടെ അധികാരമാണ് മഹായുതിയുടെ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലും കർഷക പ്രശ്നങ്ങൾ സജീവ ചർച്ചയായ മഹാരാഷ്ട്രയിലും 50% വോട്ടാണ് മഹായുതി നേടിയത്. ശിവസേനയ്ക്കും ബി.ജെ.പിക്കും ഒരുപോലെ സ്വാധീനമുള്ള കൊങ്കൺ മേഖലയിലും മഹായുതി പകുതിയിലേറെ വോട്ട് വിഹിതം നേടി. 75 സീറ്റുകളുള്ള കൊങ്കൺ മേഖലയിൽ 27 ശിവസേനകൾ തമ്മിലായിരുന്നു നേരിട്ട് മത്സരം. 17 ഉദ്ധവ് ശിവസേനയും ബി.ജെ.പിയും ഏറ്റുമുട്ടി. 14 ദേശീയ പാർട്ടികളായ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലായിരുന്നു മത്സരം. 5 വീതം ബി.ജെ.പിയും പവാറിന്റെ എൻ.സി.പികൾ പരസ്പരം മത്സരിച്ചു. 58 സീറ്റുകൾ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ 20 ശരത് പവാറും അനന്തരവൻ അജിത് പവാറും തമ്മിലായിരുന്നു മത്സരം. പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി വർഗക്കാരും നിർണായകമായ മേഖലയാണ് വടക്കൻ മഹാരാഷ്ട്ര. ഇവിടെയും മുന്നേറ്റം നടത്താൻ ബി.ജെ.പിക്കായി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.